ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ കാലത്ത് തന്നെ റെഡിയായി ഞാൻ വന്നു. കോലമിടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ കോലമിട്ടത് അങ്ങ് ശരിയായില്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിലൊരു കോലം ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സും തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. തമിഴ് സ്റ്റുഡൻസാണ്. വിജി എന്നാണ് പേര്. പുള്ളിക്കാരിക്ക് വീഡിയോയിൽ വരാനായിട്ട് താല്പര്യമില്ലാത്ത കാരണം ഇടുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് കോലം ഇടണമെങ്കിൽ വരച്ച് സെറ്റാക്കി മുന്നേ പ്ലാൻ ചെയ്താലൊക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിജി വളരെ ഫാസ്റ്റായിട്ട് ഇടുന്നത്. മേ ബി അവർ വീട്ടിലൊക്കെ ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഇതേ ഫാസ്റ്റിലൊക്കെ ഇടുന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് കണ്ടൻറ്റ് മാറ്റി പിടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അല്ല എൻ്റെ ഹോസ്റ്റലിലുള്ളത്. ഞാനൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്. ഈ കുറച്ച് നാളായിട്ട് 2 ആഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങൾ അധികവും പുറത്തൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പോകലും കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മേ ബി ആഴ്ചയിൽ ഒരു ദിവസം തന്നെ അവർ പെർമിഷൻ തരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ പോകുന്നത് നമ്മളിവിടെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ പോകലാണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതലായിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാലത്ത് എണീറ്റ് പോകലേ ഇനി നടക്കുകയുള്ളൂ. ഫ്രഷ് ആവണം, ക്ലാസ്സിൽ പോകണം, ഫുഡ് കാര്യങ്ങൾ നോക്കണം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എക്സ്ട്രാ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാലും പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് മേക്കപ്പാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മെസ്സിൽ മീൻ വറുത്തായിരുന്നു കേട്ടോ. ഞാൻ ഫോൺ എടുത്തില്ല മെസ്സിലേക്ക്. അത് കാരണം റൂമിലേക്ക് കൊണ്ടുവന്ന ഫുഡ്, ജോസിന് വേണ്ടി കൊണ്ടുവന്ന ഫുഡിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഒരു 3 മണിയായപ്പോഴും ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. എൻ്റെ കെറ്റിൽ നാശമായിട്ടിരിക്കുമായിരുന്നു. അത് റെഡിയാക്കാനായിട്ട് കൊടുക്കാനേ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ അത് വാങ്ങാനും മറന്നിട്ടാണ് കേട്ടോ വന്നത്. പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കവറിനകത്താണ് വിൽക്കുന്നത്. ഇത് വിറ്റ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ടിരിക്കണ കാണാം. അപ്പോൾ അവിടെ ഒരു വെള്ളം ഇങ്ങനത്തെ പൂ കണ്ടപ്പോൾ എനിക്കത് താല്പര്യം തോന്നി. ഞാൻ പൈസ ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു വേണ്ട, എടുത്തോളാൻ പറഞ്ഞു. ഒരെണ്ണം എടുത്തോളാനാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഞാൻ നാണമില്ലാണ്ട് 2 എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും അപ്പുക്കുട്ടനും കൂടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടോ. ചായ വാങ്ങിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങളവിടെ ചായ കുടിക്കാനായിട്ട് പോയത്. ചായയല്ല, കാപ്പി. എപ്പോഴും എനിക്കത് തെറ്റും. പക്ഷേ കാപ്പി ഭയങ്കര കടുപ്പവും ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമത്തെ ഞങ്ങളുടെ കോഫി കുടിക്കലാണ്. പിന്നീട് ഞങ്ങൾ കടുപ്പവും മധുരമൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ കാപ്പി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി അതുപോലെ ചെയ്തു തരുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പതുക്കെ പോകുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്.